നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മതതീവ്രവാദികളുടെ കയ്യിൽ ബംഗ്ലാദേശ് അടക്കമുള്ള അയൽ രാജ്യങ്ങൾ പതിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ശ്രദ്ധേയമാണ് ഇപ്പോൾ മോഹൻ ഭാഗവത്തിന്റെ വാക്കുകൾ. തീവ്രവാദവും മറ്റു മതസ്ഥരുടെ ദൈവങ്ങളെ അപമാനിക്കലുമൊക്കെ നമ്മുടെ സംസ്കാരമല്ല എന്ന് അദ്ദേഹം തീർത്തു പറയുന്നു. ഇന്ത്യയിൽ ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ ഇല്ല. ഓരോരുത്തർക്കും അവരവരുടെ ആരാധനാ രീതി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാമക്ഷേത്രത്തിന് സമാനമായ അവകാശവാദങ്ങൾ ഉയർന്നു വരുന്നതിനെതിരെ രൂക്ഷമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ മോഹൻ ഭാഗവത് നൽകുന്നത്. RSS മേധാവി മോഹൻ ഭാഗവത് തന്റെ നിലപാട് വ്യക്തമാക്കുമ്പോൾ ഏറെ ആശ്വാസമാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര മന്ത്രിസഭയ്ക്കും. ഹിന്ദു നേതാക്കൾ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ രാമക്ഷേത്രം പോലുള്ള തർക്കങ്ങൾ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. ഇത് അസ്വീകാര്യമായ ഒരു പ്രവണതയെന്ന് മോഹൻ ഭാഗവത് തുറന്നടിച്ചു. ഇതോടെ പല ഹൈന്ദവ സംഘടനകളുടെ നീക്കത്തിനും RSS പിന്തുണ ലഭിക്കില്ല എന്നുറപ്പായി. മതേതരത്വം കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ പ്രസക്തി തന്നെയാണ് മോഹൻ ഭാഗവത് തന്റെ വാക്കുകളിലൂടെ ശക്തിയായി പറയുന്നത്. വ്യത്യസ്ത വിശ്വാസങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും എങ്ങനെ യോജിപ്പോടെ ജീവിക്കാനാകും എന്നതിന് ഇന്ത്യ ഒരു മാതൃക കാണിക്കണമെന്നാണ് അദ്ദേഹം പൂനെയിൽ വെച്ച് പറഞ്ഞത്. ഉത്തർപ്രദേശിലെ സംഭലിൽ ഷാഹി ജമാ മസ്ജിദ്, രാജസ്ഥാനിലെ അജ്മീർ ഷെരീഫ് തുടങ്ങിയ സ്ഥലങ്ങളിലെ പുതിയ തർക്കങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ. പല സ്ഥലങ്ങളിലും പല നീക്കങ്ങൾക്കു പിന്നിലും തീവ്ര ഹൈന്ദവ സംഘടനകളാണുള്ളത്. ഇത്തരം സംഘടനകൾക്ക് RSS പിന്തുണയുണ്ടാകില്ല എന്ന് മോഹൻ ഭാഗവത് അടിവരയിട്ട് പറയുന്നു. നമ്മൾ വളരെ കാലമായി സൗഹാർദ്ദപരമായി ജീവിക്കുന്നു. ഇന്ത്യക്കാർ തർക്ക വിഷയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുൻകാല തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തങ്ങളുടെ രാജ്യത്തെ ലോകത്തിനൊരു മാതൃകയാക്കാൻ ശ്രമിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാമക്ഷേത്രം നിർമ്മിച്ചതിനു ശേഷം സമാനമായ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഹിന്ദുക്കളുടെ നേതാക്കളാകാം എന്ന് ചിലർ കരുതുന്നു. ഇത് സ്വീകാര്യമല്ല എന്ന് മോഹൻ ഭാഗവത് തീർത്തു പറഞ്ഞു. രാമക്ഷേത്രം വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു. അത് നിർമ്മിക്കപ്പെടണമെന്ന് ഹിന്ദുക്കൾ ആഗ്രഹിച്ചു. വിദ്വേഷത്തിന്റെയും ശത്രുതയുടെയും പേരിൽ മറ്റിടങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാക്കുന്നത് ഒരിക്കലും അംഗീകരിക്കില്ല. ഇന്ത്യയിൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷവുമില്ല. നമ്മൾ എല്ലാവരും ഒന്നാണ്. മറ്റു മതങ്ങളെ അധിക്ഷേപിക്കുന്നത് നമ്മുടെ സംസ്കാരമല്ല. എല്ലാവർക്കും അവരുടെ വിശ്വാസപ്രകാരം ആരാധന നടത്താൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. വിശ്വഗുരു ഭാരത് എന്ന വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി പൂനെയിൽ സംസാരിക്കുകയായിരുന്നു മോഹൻ ഭാഗവത്. തർക്ക വിഷയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുൻകാല തെറ്റുകളിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളണം. തങ്ങളുടെ രാജ്യത്തെ ലോകത്തിന് മാതൃകയാക്കാൻ ഇത് മാത്രമാണ് പോംവഴി. പൗരാണിക സംസ്കാരത്തിലേക്ക് തിരിച്ചു വരികയാണ് നമ്മൾ ചെയ്യേണ്ടത്. സമൂഹത്തിലെ സംഘർഷം കുറയ്ക്കുന്നതിനുള്ള പരിഹാരമാണത്. മതവിശ്വാസങ്ങളിൽ മാത്രമല്ല, സാംസ്കാരിക ലോകത്ത് ഇന്ത്യയുടെ ജീവവായുവാണ് RSSന്റെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ RSS തലവന്റെ ഈ വാക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണ് ഇന്ത്യ. ഒരു മാസം മുൻപ് മോഹൻ ഭാഗവത് പറഞ്ഞിരുന്നു, ധർമ്മം ഇന്ത്യയുടെ സത്തയെയാണ് പ്രതിനിധീകരിക്കുന്നത്. ധർമ്മം ഒരു മതമല്ല എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞു വെച്ചിരുന്നു. നാഗ്പൂരിൽ RSS ആസ്ഥാനത്ത് വിജയദശമി ആഘോഷങ്ങളിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ തെളിമയാർന്ന ഭാഷയിൽ അദ്ദേഹം ധർമ്മത്തെക്കുറിച്ചും ഭാരതത്തിന്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. നിരവധി മതങ്ങൾ ഇന്ത്യയിലുണ്ടെങ്കിലും അവയെ ബന്ധിപ്പിക്കുന്ന അടിസ്ഥാന ആത്മീയതയാണ് ധർമ്മം. ആ ധർമ്മത്തെ കൃത്യമായി നിർവചിക്കണമെന്ന് അദ്ദേഹം അന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യയിലെ വിവിധ മതങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു ചരടായി RSS പ്രവർത്തിക്കണമെന്ന് പലപ്പോഴും അദ്ദേഹം തന്റെ പ്രവർത്തകരെ ഉപദേശിക്കാറുണ്ട്. ഹിന്ദുധർമ്മം പുതുതായി കണ്ടുപിടിച്ചതോ സൃഷ്ടിക്കപ്പെട്ടതോ അല്ല, മറിച്ച് എല്ലാ മനുഷ്യരാശിക്കും അവകാശപ്പെട്ടതായി അംഗീകരിക്കപ്പെട്ട ഒന്ന്. അത് ലോകം ഒരു മതമായി നോക്കിക്കാണുന്നു. ഇന്ത്യയിൽ നിരവധി മതങ്ങളുണ്ട്. എന്നാൽ ഈ മതങ്ങളുടെ പിന്നിലെ മതവും ആത്മീയതയും നമ്മൾ മുകളിൽ മതമെന്ന് വിളിക്കുന്നു. ധർമ്മമാണ് ഭാരതത്തിന്റെ ജീവിതം. അത് ഞങ്ങളുടെ പ്രചോദനമാണ്. അതാണ് ഞങ്ങളുടെ ചരിത്രം. അതുകൊണ്ട് തന്നെ ആളുകൾ ധർമ്മത്തിനു വേണ്ടി സ്വയം ത്യാഗം ചെയ്യുന്നു എന്ന് മോഹൻ ഭാഗവത് പറഞ്ഞു വെക്കുന്നു. ധർമ്മം സനാതനമാണ്. പ്രപഞ്ചത്തോടൊപ്പം നിലവിൽ വന്നതുകൊണ്ട് ഞങ്ങൾ സ്വയം ഹിന്ദുവെന്ന് വിളിക്കുന്നു. ഇത് എല്ലാവരുടേതുമാണ്. ഹൈന്ദവ വിശ്വാസവും സംസ്കാരവും ധർമ്മമാണ്. അതെല്ലാവരുടേതുമാണ് എന്ന് ശക്തമായി പറയുന്ന ഒരു RSS മേധാവി. അതുകൊണ്ട് തന്നെയാണ് മോഹൻ ഭാഗവത്തിന്റെ വാക്കുകൾ ഇപ്പോൾ ഇന്ത്യക്ക് കൂടുതൽ കരുത്താകുന്നതും അതൊരു സംസ്കാരമായി മാറുന്നതും. ഞങ്ങൾ ഹിന്ദുവിനെ ധർമ്മം എന്ന് വിളിക്കുന്നു. അത് മാനവികതയ്ക്കും ലോകത്തിനും വേണ്ടിയുള്ള മതമാണ്. ഞങ്ങൾ ജീവിക്കുന്നത് വലുതും വൈവിധ്യപൂർണവുമായ ഒരു സമൂഹത്തിലാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ ആളുകൾ ഭിന്നത സൃഷ്ടിക്കാൻ ശ്രമിക്കും.
അതില്ലാത്തിടത്ത് പോലും ഞങ്ങൾ വ്യത്യസ്തരും വേർപിരിയലുമാണ് എന്ന ആശയം അവർ മുന്നോട്ട് വയ്ക്കുന്നു. വിജയദശമി ദിനത്തിൽ മോഹൻ ഭാഗവത് മറ്റു ചില കാര്യങ്ങൾ കൂടി അന്ന് ഇന്ത്യയെ ഓർമ്മപ്പെടുത്തിയിരുന്നു. ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധമായ ഒരു വിവരണം പ്രചരിക്കപ്പെടുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞു വച്ചത്. അത് പൂർണ്ണമായി അർത്ഥതലത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ കൃത്യതയുള്ള ഒരു നിരീക്ഷണമാകുന്നു. ബംഗ്ലാദേശിനെ പാകിസ്ഥാനുമായി കൂട്ടുകൂടാൻ ഇടയാക്കുന്ന തരത്തിലാണ് അവിടെ ചിലർ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അയൽ രാജ്യത്ത് നടക്കുന്ന ഹിന്ദുവിരുദ്ധ ആക്രമണങ്ങളിൽ അദ്ദേഹം അന്ന് ഉത്കണ്ഠ രേഖപ്പെടുത്തിയിരുന്നു. ബംഗ്ലാദേശിൽ ഞങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് ഭീഷണിയുണ്ട് എന്ന തരത്തിൽ ചില പ്രചരണങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ തടയാൻ കഴിയുന്ന ആണവായുധം കൈവശമുള്ളതുകൊണ്ട് ഞങ്ങൾ പാകിസ്ഥാന്റെ പക്ഷം ചേരണം എന്ന് ചിലർ അവരെ ഉപദേശിക്കുന്നു. ഏതൊക്കെ രാജ്യങ്ങളാണ് ഇത്തരം ആശയങ്ങളും ചർച്ചകളുമായി ബംഗ്ലാദേശിൽ നിറഞ്ഞിരിക്കുന്നത് എന്ന് ഇന്ത്യക്കറിയാം. ബംഗ്ലാദേശിൽ സ്വേച്ഛാധിപത്യ മൗലികവാദ സ്വഭാവം നിലനിൽക്കുന്നുവെന്നാണ് അന്ന് മോഹൻ ഭാഗവത് പറഞ്ഞത്. ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ തലയിൽ അപകടത്തിന്റെ വാൾ തൂങ്ങിക്കിടക്കുകയാണ് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചത് എന്ന് പലപ്പോഴും മോഹൻ ഭാഗവത് ഇന്ത്യയെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കാരണം അവിടെ ഹിന്ദു സമൂഹം ആക്രമിക്കപ്പെടുന്നു, ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുന്നു, ഹിന്ദുക്കൾ സ്വയം പ്രതിരോധിക്കാൻ തെരുവിലിറങ്ങുന്നു. അതുകൊണ്ട് കുറച്ച് സംരക്ഷണമുണ്ടായിരുന്ന നാളുകളൊക്കെ പോയി മറഞ്ഞു. മതമൗലികവാദികൾ ഉള്ളിടത്തോളം കാലം ന്യൂനപക്ഷങ്ങൾ അവിടെ പീഡിപ്പിക്കപ്പെടും. സംഘടിതരായി തുടരാൻ സമൂഹത്തെ പ്രേരിപ്പിക്കാൻ ഇതൊക്കെ കാരണമാകും. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുപിന്നാലെ രാഷ്ട്രീയ നേതാക്കളുടെ അഹങ്കാരത്തെക്കുറിച്ച് മോഹൻ ഭാഗവത് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ചാണ് എന്ന് മാധ്യമങ്ങൾ അന്ന് വിവരിച്ചിരുന്നു. ഇന്ത്യയുടെ മഹത്തായ ജീവിത രീതി ലോകത്തിന് കാട്ടിക്കൊടുക്കുക എന്നതാണ് തന്റെ ജീവിത സന്ദേശം എന്ന് പറയാറുള്ള മോഹൻ ഭാഗവത് രാജ്യത്തെ ജനങ്ങളെ ഭൂരിപക്ഷമെന്നും ന്യൂനപക്ഷമെന്നും വേർതിരിക്കരുത് എന്നാവശ്യപ്പെടുന്നു. അനാവശ്യ വിവാദങ്ങളോ മതാധിഷ്ഠിത പ്രശ്നങ്ങൾക്കോ ഇന്ത്യ സാക്ഷിയാകരുത് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു. അതുതന്നെയാണ് ഏറ്റവും വലിയ നല്ല സന്ദേശം. ബംഗ്ലാദേശിന്റെ മതഭ്രാന്ത് ഇന്ത്യയിലേക്ക് കത്തിപ്പടരാതിരിക്കാൻ മോഹൻ ഭാഗവതിനെ പോലെയുള്ളവർക്ക് അവരുടെ വാക്കുകൾ കൊണ്ട് ഇന്ത്യൻ ജനതയെ ഉദ്ബോധിപ്പിക്കാൻ കഴിയും. മോഹൻ ഭാഗവതിന്റെ വാക്കുകളിൽ ഇന്ത്യൻ സംസ്കാരത്തിൽ പ്രകൃതിയിലേക്ക് മടങ്ങുന്ന ഒരു പാരമ്പര്യമുണ്ട്. ഇന്നത്തെ അവസ്ഥയിൽ ഇതിനെ തിരിച്ചുകൊടുക്കൽ എന്ന് വിശേഷിപ്പിക്കാം. ലോകക്രമത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സമനിലയും ക്ഷമയും നിലനിർത്തണമെന്നാണ് അദ്ദേഹം എപ്പോഴും RSS പ്രവർത്തകരെ ഉപദേശിക്കുന്നത്. നമ്മുടെ ധർമ്മത്തിന്റെ ഘടന തിരിച്ചു കൊടുക്കുക എന്ന തത്വത്തിലാണ്. പ്രകൃതി തന്നെ ഈ വശം പ്രവർത്തിക്കുന്നതിനാൽ നമ്മുടെ പൂർവികർ അത് തിരിച്ചറിഞ്ഞ് പലപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഐക്യവും പുരോഗതിയുമാണ് നമ്മുടെ ലക്ഷ്യം. അതായിരിക്കണം ഇന്ത്യയുടെ സംസ്കാരം. കഴിഞ്ഞ 2000 വർഷങ്ങൾ നമ്മുടെ ജീവിതത്തെ പ്രബലമായ പ്രത്യയശാസ്ത്രങ്ങൾ സ്വാധീനിക്കുന്നു. ഇവ മറ്റു ചില സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള മത്സരമായി. ഇവ നിരന്തരമായ കലഹങ്ങൾക്ക് കാരണമായി. അത് നമ്മുടെ പൂർവികർ ആത്മീയതയിൽ അധിഷ്ഠിതമായ സനാതനധർമ്മം സ്വീകരിച്ചതുകൊണ്ട് വലിയ കലാപങ്ങൾ ഇന്ത്യയിലുണ്ടായില്ല. ധർമ്മം വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും പ്രകൃതിയുടെയും ജീവിതത്തെ അതിൻ്റെ പരമോന്നതാവസ്ഥയിലേക്ക് നയിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. മാറ്റമാണ് സ്ഥിരതയെന്നും സാഹചര്യങ്ങൾ ചലനാത്മകമാണെന്നും അദ്ദേഹം പറയാറുണ്ട്. ഇതും കടന്നുപോകും എന്ന് പറയുന്ന ശീലമുള്ള ഒരു രാജാവിൻ്റെയും മന്ത്രിയുടെയും കഥയൊക്കെ അദ്ദേഹം വിവരിക്കാറുണ്ട്. ഒരു ദിവസം ലോകം കീഴടക്കിയ രാജാവ് തൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങിയെത്തി. അദ്ദേഹത്തിൻ്റെ ആളുകൾ ഈ മടങ്ങിവരവ് ആഘോഷിച്ചു. പ്രശംസയ്ക്കും ആഹ്ലാദത്തിനുമിടയിൽ മന്ത്രി നിശബ്ദനായി പറഞ്ഞു, ഈ സമയവും കടന്നുപോകും. രാജാവ് ഈ അഭിപ്രായത്തിൽ രോക്ഷാകുലനായി. പക്ഷെ പ്രതികരിക്കേണ്ട എന്ന് തീരുമാനിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ രാജാവും മന്ത്രിയും വേട്ടയാടാൻ കാട്ടിലേക്ക് പോയി. നായാട്ടിനിടെ രാജാവിനെ വന്യമൃഗം ആക്രമിച്ചു. രാജാവിന് അതിനെ കൊല്ലാൻ സാധിച്ചെങ്കിലും മൃഗത്തിന് അവന്റെ തള്ളവിരലിന് ഗുരുതരമായി പരിക്കേൽപ്പിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ധീരതയെ ജനങ്ങൾ വാഴ്ത്തിപ്പാടി. അപ്പോഴും മന്ത്രി മെല്ലെ പറഞ്ഞു, ഈ സമയവും കടന്നുപോകും. ദിവസങ്ങൾക്ക് ശേഷം രാജ്യത്തൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു. രാജാവും മന്ത്രിയും ജയിലിലായി. ജയിലിൽ കിടക്കുമ്പോൾ രാജാവ് മന്ത്രിയുടെ വാക്കുകൾ അനുസ്മരിച്ചു. ഒടുവിൽ ചില വിശ്വസ്തർ രാജാവിനെയും മന്ത്രിയെയും മോചിപ്പിച്ചു. അവർ കാട്ടിലേക്ക് രക്ഷപ്പെട്ടു. എന്നാൽ നരബലി അനുഷ്ഠിക്കുന്ന ഒരു ഗോത്രം അവരെ പിടികൂടി. അവരെ പരിശോധിച്ചപ്പോൾ അപൂർണ മനുഷ്യരെ ബലിയർപ്പിക്കാൻ യോഗ്യരല്ല എന്ന് കണക്കാക്കി. ഗോത്രം രാജാവിനെ അവന്റെ തള്ളവിരൽ നഷ്ടപ്പെട്ടതുകൊണ്ടും മന്ത്രിയെ ശാരീരിക വൈകല്യം നിമിത്തവും വിട്ടയക്കുന്നു. നല്ലതും ചീത്തയുമായ സാഹചര്യങ്ങൾ ക്ഷണികമാണെന്നും ജീവിതത്തിൽ ഒന്നും ശാശ്വതമല്ലെന്നും മന്ത്രിയുടെ വാക്കുകൾ. ആ ജ്ഞാനം ആ നിമിഷം രാജാവ് മനസ്സിലാക്കി. ഈ കഥ പലപ്പോഴും മോഹൻ ഭാഗവത് RSS യോഗങ്ങളിൽ പറയാറുണ്ട്. ഈ സമയവും കടന്നുപോകും എന്ന് മോഹൻ ഭാഗവത് ഓർമ്മപ്പെടുത്തുന്നത് പല ഓർമ്മപ്പെടുത്തലുകളുടെയും ഒരു തുടക്കമാണ്.
അതുതന്നെയാണ് അദ്ദേഹം ഇന്ത്യക്ക് നൽകുന്ന ആ മഹത്തായ സന്ദേശവും. ഇതിൽ നമുക്ക് മോഹൻ ഭാഗവതിനെ അഭിനന്ദിക്കാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.